ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാൽ ആദ്യം ഇതേപോലെ ഒരു പ്ലസ് സൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ മണ്ഡല ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കാം. ആദ്യം ഇതേപോലെ ഒരു റൗണ്ട് കൊടുത്തിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം അതിന്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മേലെ വരച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈനുമേ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെയുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു പ്ലസ് സൈൻ അതിന്റെ ആ ഗ്യാപ്പ് ചെറുതായിട്ട് ഇതിൽ കാണാനുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ 3 പെറ്റൽസ് വരുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ പെറ്റൽസിനൊക്കെ ഇതേപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ആ പെറ്റലിന്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ച ഔട്ട്ലൈനുമേ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഹംസ് വരക്കുമ്പോൾ ആ ഔട്ട്ലൈൻ ഒരു പെറ്റലിന്റെ ഷേപ്പിൽ നിൽക്കുന്നില്ലേ, ആ രീതിക്ക് തന്നെ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിന്റെ സെന്റർ ഭാഗം നോക്കിയിട്ട് 4 സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഇതേപോലെയുള്ള ലീഫ് വരച്ചു കൊടുക്കുക. ഇനി ആ 4 സൈഡിൽ ലീഫ് വരച്ചതിന് ശേഷം അതിന്റെ ഉള്ളിൽ ലീഫ് വരക്കാനുള്ള സ്പേസ് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ വരക്കുന്ന ഫ്ലവറിന്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരക്കാൻ പറ്റിയിട്ടുള്ള ഓരോ ലീഫിന്റെ ലീഫ് വരച്ചതിന് ശേഷം ഇതേപോലെയുള്ള സ്പേസിലൊക്കെ ഡോട്ട്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെ വരച്ച ഞങ്ങൾക്ക് ഒരു അടിപൊളി മണ്ഡല ഡിസൈൻ. അപ്പൊ മെഹന്തി ബേസ്ഡ് വീഡിയോസിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ.